അമേരിക്ക ഒരുക്കിയ സമാധാനത്തിന്റെ വിരുന്നുമേശ ഒറ്റച്ചവിട്ടിന് തെറിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അമേരിക്കയും ഇറാനും തമ്മിൽ ഇന്ന് ഒപ്പുവെക്കാനിരുന്ന സമാധാന കരാറിന്റെ കലമാണ് ഒറ്റയടിക്ക് ഇസ്രായേൽ ഉടച്ചു കളഞ്ഞത്. ശത്രുക്കൾ അതിർത്തിയിൽ കത്തി നിൽക്കുമ്പോൾ എന്ത് സമാധാന കരാർ എന്ന് ചോദിച്ചുകൊണ്ട് ലബനന്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. ബെയ്റൂട്ടിലെ ദാഹിയയിൽ ഹിസ്ബുള്ളയുടെ താവളമായിട്ടുള്ള ഒരു 5 നില കെട്ടിടം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള 3 റോക്കറ്റുകൾ തൊടുത്തുവിട്ടതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ അമേരിക്കയുമായിട്ടുള്ള സമാധാന കരാർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് കളിക്കുന്നത് ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്ന പഴയ കളിയാണെന്ന്, അതായത് കുറ്റവാളിയെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നല്ലവനായി വരികയും മറ്റൊരാൾ വില്ലനായി മാറി മാറി വന്ന് പറ്റിക്കുന്ന പോലീസിന്റെ പഴയ അടവാണ് അമേരിക്ക പയറ്റുന്നത് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ MB ഗാലിബാഫ് എക്സിലൂടെ തുറന്നടിച്ചു. വാഗ്ദാനങ്ങൾ പാലിക്കാൻ അമേരിക്കയ്ക്ക് കഴിവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഏപ്രിൽ 7-ന് നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന ഏറ്റവും വലിയ പോരാട്ടമാണിത്. അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കി സ്വന്തം മുഖം രക്ഷിക്കണമായിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ കണ്ണിൽ ഇതൊരു വലിയ ചതിയാണ്. തീവ്രവാദികളെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഈ സമാധാന നാടകം അവർക്കൊട്ടും സ്വീകാര്യമായിരുന്നില്ല. അമേരിക്കയുടെ ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം രാജ്യസുരക്ഷ പണയം വയ്ക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. ഒരാഴ്ച മുൻപും അവർ ബെയ്റൂട്ടിൽ കൃത്യമായ ആക്രമണം നടത്തി മുന്നറിയിപ്പ് നൽകിയതാണ് ഹിസ്ബുള്ളയ്ക്ക്. ഇതൊരു വെറും സൈനിക തിരിച്ചടിയല്ല, മറിച്ച് ഇസ്രായേലിന്റെ കൃത്യമായിട്ടുള്ള ഒരു കൈനറ്റിക് വീറ്റോ ആണ്. ഇറാനുമായി അമേരിക്ക കരാർ ഒപ്പിട്ടാൽ ഇറാനിലേക്കുള്ള ഉപരോധങ്ങൾ മാറും, അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടും. ഇത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് കരാർ ഒപ്പിടുന്ന സമയത്ത് തന്നെ ഹിസ്ബുള്ളയെ ആക്രമിച്ച് ഇസ്രായേൽ ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് നയതന്ത്ര നീക്കങ്ങളെയും സൈനികമായി തന്നെ അട്ടിമറിക്കാൻ ഇസ്രായേലിന് അറിയാം. അമേരിക്ക എത്ര ശ്രമിച്ചാലും ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. അതോടെ വാഷിംഗ്ടൺ ഇസ്രായേലിന്റെ മുൻപിൽ ഒരു ദുർബല ശക്തിയാണെന്ന് ഒന്നുകൂടി തെളിയിക്കപ്പെടുകയാണ്. രാജ്യസുരക്ഷ എന്നത് കടലാസിൽ ഒപ്പിടുന്ന വെറും ഒരു സമാധാന കരാറല്ലെന്നും അത് ശത്രുവിന്റെ മടയിൽ കയറി ആക്രമിച്ചു നേടേണ്ട ഒന്നാണെന്നും ഇസ്രായേൽ വീണ്ടും ലോകത്തെ പഠിപ്പിക്കുകയാണ്. തീവ്രവാദികളെ പേടിച്ച് അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലും സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ആരുടെയും സമ്മതം ആവശ്യമില്ലെന്ന് ഇസ്രായേൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇസ്രായേലിന്റെ ഈ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഉടഞ്ഞത് ഒരു സമാധാന കരാറിന്റെ കലം മാത്രമല്ല, അമേരിക്കൻ അഹങ്കാരവും കൂടിയാണ്. ന്യൂസ് ഡെസ്ക്.